നാടകത്തെ ഹൃദയത്തോട് ചേർത്തൊരു ജനപ്രതിനിധിയെക്കുറിച്ച് ആദ്യം പറയാം. MLA-യുടെ തിരക്കിനിടയിൽ പോലും നാടകം ആസ്വദിക്കാൻ സമയം മാറ്റിവെക്കുകയാണ് അദ്ദേഹം. പറഞ്ഞു വരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി MLA ആയ CR മഹേഷിനെ കുറിച്ചാണ്. നാടകം മാത്രമല്ല, ചെണ്ടയും CR മഹേഷിന് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. നാടകത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൂടി മാതൃഭൂമി ന്യൂസിലൂടെ തുറന്നു പറയുകയാണ് ഇപ്പോൾ CR മഹേഷ്. കലാപരമായി ഏറെ കഴിവുള്ള ജനപ്രതിനിധികൾ നമ്മുടെ നിയമസഭയിലുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് CR മഹേഷ്. ഇന്ന് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. എന്നാ ഈ ചെണ്ട അല്ലെങ്കിൽ കലാരംഗത്തേക്ക് വന്നു തുടങ്ങിയത്? എനിക്ക് ചെണ്ട, എൻ്റെ അമ്മ ചെണ്ട അഭ്യസിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് ചെണ്ട പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പലതുകൊണ്ട് സാധിച്ചില്ല. ഇപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 10 വർഷത്തും കൊണ്ട് എൻ്റെ ആശാൻ കണ്ടല്ലൂർ സദാശിവൻ ആശാൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ണികൃഷ്ണ ആശാൻ, അപ്പോൾ അവരുടെ ശിക്ഷണത്തിലാണ് പഠിച്ചത്. മട്ടന്നൂർ ആശാനുമായി പരബ്രഹ്മ ക്ഷേത്രത്തിൽ പഞ്ചാരി കുട്ടി, അതിനു മുമ്പ് തായമ്പ് കുട്ടി, ഈ പുതിയകാവ് ക്ഷേത്രം ഉൾപ്പെടെ പല ക്ഷേത്രങ്ങളിലും കൊട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ലല്ലോ, നാടകമുണ്ടല്ലേ? ചെണ്ടയും നാടകവും വായനയും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് ആരെയും ബോധ്യപ്പെടുത്താനല്ല, നമുക്ക് സ്വയം ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. നല്ല സ്ട്രെസ്സൊക്കെ ഉണ്ടാവും, ഒരു റിലീഫാണ് ഇത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിന് വലിയ സംതൃപ്തിയാണ്. മറ്റേ നമ്മുടെ ഡ്യൂട്ടിയാണ്, ജനങ്ങളെ സേവിക്കുക, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ മനുഷ്യർക്കും ഇത്തരത്തിലുള്ള ഓരോരോ സംതൃപ്തി നേടുന്ന കലാപരിപാടികളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ തിരക്കുകൾക്കിടയിലും ഒരുപക്ഷെ ഈ വർഷം ഇറങ്ങിയ നാടകങ്ങളിൽ ഏതാണ്ട് 5-6 നാടകങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ നാടകങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞു. നാടകക്കാരെ എനിക്ക് വളരെ ജീവനാണ്. ഞാൻ സ്വന്തമായി നാടക സമിതി നടത്തുമ്പോഴും മറ്റ് നാടകങ്ങളെയും പ്രൊമോട്ട് ചെയ്യുകയും നാടകം വീണ്ടും ശക്തമായി നമ്മുടെ നാട്ടിൽ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ മേള കലാകാരന്മാരെല്ലാം പാവങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നിയമസഭയിൽ മന്ത്രി പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനമാണ്. നാടക അക്കാദമി നടത്തുന്ന നാടക മത്സരത്തിൻ്റെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന അക്കാദമി സെക്രട്ടറിയാണ്, പത്രസമ്മേളനത്തിലാണ്. ഇപ്പോൾ അതുപോലും നിർത്തി ഈ കഴിഞ്ഞ അക്കാദമിയുടെ നാടക മത്സരത്തിൻ്റെ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഫേസ്ബുക്കിലാണ്. സർ, ഇതൊരു വേർതിരിവാണ്. മാത്രവുമല്ല, അത് വളരെ വേദനാജനകമാണ്. ഈ നാടകത്തെക്കുറിച്ച് പറയുമ്പം കുടുംബം ഒരു നാടക കുടുംബമാണ് അല്ലേ? ചേട്ടൻ, എൻ്റെ ജ്യേഷ്ഠൻ CR മനോജ്, അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചാണ് ഞങ്ങൾ രണ്ടും കൂടിയായിരുന്നു കേരളത്തിൽ എവിടെ പ്രധാനപ്പെട്ട നാടകങ്ങളുണ്ടെങ്കിൽ നാടകം കാണാൻ പോലും. നാടകത്തിൽ ഇപ്പം അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ചെണ്ട എന്ന് പറയുന്ന എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമാണ്. അത് ഞാൻ നിരന്തരമായ പരിശീലനത്തിലൂടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുറച്ചെങ്കിലും, ഞാൻ പൂർണ്ണമായും ചെണ്ടക്കാരനാണ് അല്ലെങ്കിൽ മേളം എനിക്കറിയാമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്തെങ്കിലും ഒന്ന് കൊട്ടാൻ പറ്റുന്നത് ഒരുപാട് അധ്വാനിച്ചതിൻ്റെ പേരിലാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇനിയും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് എനിക്ക് ഒരു നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. അത് തന്നെയാണ് കാര്യം. ഞാൻ CR മനോജ്, എനിക്ക് ഒരു ജ്യേഷ്ഠ തുല്യനാണ്. അദ്ദേഹം അഭിനയിക്കുന്ന നാടകങ്ങൾ ഞാൻ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് തിലകൻ മരിച്ച ശേഷം അതിന് സമാനമായ രീതിയിലുള്ള റോളിലേക്ക് വരാനൊക്കെ ഒരു ഇടയുണ്ടായിരുന്ന ആളാണ്. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. പക്ഷേ ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനായ MLA